നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വന്നിരുന്നു. ഇതുവരെയായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലാത്തവർ മാത്രം ഇത് സമർപ്പിച്ചാൽ മതിയാകും. 2019 ഡിസംബർ മാസം 31 വരെയുള്ള കാലയളവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നവരിൽ 3 ലക്ഷം ആളുകളാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാനുള്ളത്. ഇതുവരെയായിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടില്ലാത്തവരാണ് ഇത് കൊടുക്കേണ്ടത്. കൊടുത്തില്ല എങ്കിൽ പെൻഷൻ തടസ്സപ്പെടുകയും ചെയ്യും. ഇനി വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കാണ് ഈ നിയമം ബാധകമാകുന്നത്. ഇനി ഇതിൽ ഇളവുകളുണ്ട്. 2026 ജൂൺ മാസം 30-ാം തീയതിക്കുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതിയാകും. അത്രയും നാളത്തേക്ക് പെൻഷൻ നമ്മുടെ തടസ്സപ്പെടുകയില്ല. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷമോ അതിന് മുകളിലോ ആണ് ഇനി നമുക്ക് ലഭിക്കുന്നതെങ്കിൽ പെൻഷൻ പദ്ധതിയിൽ നിന്ന് നമ്മൾ പുറത്താവുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് പെൻഷൻ നമുക്ക് തടസ്സപ്പെടുകയില്ല. പക്ഷേ പെൻഷൻ മുടങ്ങാതിരിക്കണമെങ്കിൽ ഇതുവരെ ഈ രേഖ ഒരിക്കൽ പോലും സമർപ്പിച്ചിട്ടില്ലാത്തവരാണ് രേഖകൾ സമർപ്പിക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ഈ ഒരു മാനദണ്ഡത്തിൽ ഉൾപ്പെടുന്നവർ, കൃത്യമായിട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളവർ ഈ രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ക്യാഷ് അവാർഡിന് വേണ്ടി അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനുവരി മാസം 20-ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. SSLC ഫുൾ A+ നേടിയവർ, അതോടൊപ്പം തന്നെ BHSC +2 ക്ലാസ്സുകളിൽ ഫുൾ A+ വാങ്ങിയവർ, ഡിഗ്രി തലത്തിൽ 80% അതിന് മുകളിലും മാർക്ക് വാങ്ങിയവർ, ഇനി ബിരുദാനന്തര ബിരുദ തലത്തിലൊക്കെയാണ് എങ്കിൽ 75% അതിന് മുകളിലും മാർക്ക് വാങ്ങിയവർ, ഇവർക്കെല്ലാം തന്നെയാണ് ക്യാഷ് അവാർഡിന് അർഹതയുള്ളത്. SSLC +2 തലങ്ങളിൽ 10,000 രൂപയും, ഡിഗ്രി തലത്തിൽ അല്ലെങ്കിൽ ഡിഗ്രി PG തലങ്ങളിലൊക്കെ 15,000 രൂപയോളമാണ് ക്യാഷ് അവാർഡ് ലഭിക്കുന്നത്. മറ്റ് സ്കോളർഷിപ്പ് വാങ്ങുന്നതിലും തടസ്സങ്ങളില്ല. അപ്പോൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. എന്നാൽ ഈ ഒരു സ്കോളർഷിപ്പ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടി മാത്രമായിരിക്കും. ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ജൈന, സിഖ്, പാഴ്സി മതങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും അപേക്ഷ വെക്കാൻ സാധിക്കുന്നത്. ഈ സുവർണ അവസരം എത്രയും വേഗം പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്കാണ് 300 രൂപ വീതം ഗ്യാസ് സബ്സിഡി അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത്. ഒരു വർഷത്തിൽ 9 സിലിണ്ടറുകൾക്ക് വരെയാണ് റീഫില്ല് ചെയ്യുന്നതിൽ സബ്സിഡി ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും സബ്സിഡി ലഭിക്കണമെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കണം. ഇനിയും ഈ KYC ചെയ്യാനുള്ളവർ, ഒരിക്കലും ഇത് ചെയ്തവരാണെങ്കിൽ പ്രശ്നങ്ങളില്ല. ഇനി ഇത് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ മാർച്ച് മാസം 30-ാം തീയതിക്ക് മുൻപ് ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. മാർച്ച് മാസം 30-ന് മുൻപ് ഇത് പൂർത്തിയാക്കിയില്ല എങ്കിൽ നമുക്ക് ഈ ഒരു സബ്സിഡി ആനുകൂല്യം ലഭിക്കുന്നതല്ല. 300 രൂപ വീതമുള്ള ആനുകൂല്യം പിന്നീട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുന്നതല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും PM ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ എത്രയും വേഗം ശ്രദ്ധിക്കുക. BPL അല്ലെങ്കിൽ AY റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന സ്ത്രീ ഗുണഭോക്താക്കളുടെ പേരിൽ ലഭിക്കുന്ന ഗ്യാസ് കണക്ഷനാണ് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ. നിലവിൽ ഇതിലേക്ക് പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. നിലവിലിപ്പോൾ ഉപഭോക്താക്കളായിട്ടുള്ളവർക്കാണ് ഈ ആനുകൂല്യം ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം ഈ KYC ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇനി സബ്സിഡി ലഭിക്കാത്ത ഗാർഹിക പാചകവാതകം ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരും ഇലക്ട്രോണിക് KYC ചെയ്യേണ്ടതാണ്. പക്ഷേ അതിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ദിവസേന നിങ്ങൾക്ക് ലഭിക്കാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.